ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും അനുഷ്ഠിക്കേണ്ട ചില യജ്ഞങ്ങൾ എല്ലാവർക്കും ബാധകമായത്. യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ വലിയ രീതിയിൽ നടക്കുന്ന ചടങ്ങുകൾ മാത്രമല്ല, ഓരോ കർമ്മവും യജ്ഞമാണ്. ഈ പ്രഭാഷണം ഒരു യജ്ഞമാണ്. ഇത് കേൾക്കുക എന്നുള്ളത് യജ്ഞമാണ്. ബ്രഹ്മാവ് യജ്ഞം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നികുണ്ഡം ഉണ്ടാക്കി ഓരോന്നിൽ അർപ്പിച്ചു എന്നല്ല, ആ അർപ്പിക്കുന്നതും യജ്ഞമാണ്. ഇതിൽ പഞ്ചമഹായജ്ഞങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. ആർക്കും ഇന്നാളെ ഒന്നും ഇല്ല. അഞ്ചും പറ്റിയില്ലെങ്കിൽ ഇത് പഞ്ചും ഒരു ടാക്കില് ഒതുങ്ങില്ല. അതിഥി യജ്ഞം, മനുഷ്യയജ്ഞം എന്നും അതിന് പേര് പറയാറുണ്ട്. ഇപ്പൊ അതിഥി എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കിയിരിക്കുന്നു, വീട്ടില് ഒരു VIP വരണം. ആ വീട്ടില് VIP ഇത്രാം തീയതി വരണമെന്ന് ആദ്യം വിവരം കിട്ടി. ആ VIP വരുമ്പോ നമ്മൾ സൽക്കരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾക്ക് ഇടപാട് ചെയ്തു. VIP പോയി ചിലപ്പോ പത്രങ്ങളിൽ പടവും വരും. അതിഥി വരാനുണ്ട് നമ്മൾ പറയാറുണ്ട്. അതിഥി എന്ന പദത്തിന്റെ അർത്ഥമേ ഇതല്ല. നാളെ രാവിലെ എന്റെ വീട്ടിലൊരു അതിഥി വരുന്നു നമ്മൾ പറയാറുണ്ട്. അതിഥി എന്ന് പറഞ്ഞാല് തിഥി നോക്കാതെ, തിഥി ഏതാന്ന് പോലും അറിയാതെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളാണ് അതിഥി. ആ തിഥി പണ്ട് ആളുകള് നടന്നിട്ടാണ് പോയിരുന്നത്, വനത്തിലൂടെ. ആ നടന്നു പോയിരുന്ന ആളുകൾ രാത്രി വനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാമ്പിങ്, എന്നിട്ട് പിറ്റേ ദിവസം നടന്നുപോയി. അല്ലാത്ത വ്യക്തികള് എന്തെങ്കിലും കാരണവശാൽ വന്നാൽ ഒരു ബന്ധുക്കാരൻ ഒരു സ്ഥലത്ത് വന്നു, തീവണ്ടി സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ രാത്രിയായി, ട്രെയിൻ ഇനിയില്ല, അയാൾക്ക് നാട്ടിലേക്ക് മടങ്ങി പോകാൻ പറ്റും. ആലോചിക്കുമ്പോ നമ്മളുടെ ചെറിയമ്മയുടെ മകനോ അമ്മാവന്റെ മകനോ ഏതോ ഒരു ബന്ധു അവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ആ ബന്ധുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും. രാത്രി അവിടെ കിടന്ന് പിറ്റേ ദിവസം പോരും. അതാണ് അതിഥി. തിഥിയെ നോക്കിയിട്ടില്ല, അയാൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. എനിക്ക് ഏകദേശ പരിചയമുണ്ട്. കീഴായൂർ എന്ന ഗ്രാമത്തിലെ ബാല്യമായതുകൊണ്ട് അവിചാരിതമായിട്ടാണ് വരിക. അവിചാരിതമായിട്ട് വന്നാൽ ഫസ്റ്റ് പ്രിഫറൻസ് ഈ അതിഥിക്കാം. പതിവായിട്ട് എന്റെ അച്ഛൻ കിടന്നുറങ്ങിയിരുന്ന മുറിയിൽ, ആ മുറിയും ആ ബെഡും ഈ വന്നവർക്കാണ്. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഞാൻ പതിവായിട്ട് കിടക്കുന്ന സ്ഥലത്തില് അന്ന് കോസടിയും പായയൊക്കെയാണ് ഉള്ളത്. കട്ടിൽ അത്ര ഉണ്ടാവില്ല, ഒരു വീട്ടിലൊരു കട്ടിലേ ഉണ്ടാവും. ആ വന്നവർക്ക് കൊടുത്തിട്ട് ഉമ്മർത്ത് കയറുന്ന വൃത്തിയിലാണ് പോയിട്ട് കിടക്കുക, വല്ല തുണി പിടിച്ച്. നമ്മൾ ആഹാരം അവർക്ക് കൊടുക്കും. ആ വന്നവർക്ക് വന്നതിന് ശേഷമാണ് ചിലപ്പോ കഞ്ഞിയോ ചോറോ കുടിക്കുക. അധികം വന്ന് കഞ്ഞിയൊക്കെ ആയിരിക്കും രാത്രിയിലത്തെ ആഹാരം എല്ലാ ഗൃഹങ്ങളിലും.
അതിഥിയെ പൂജിക്കുന്നു. എന്നാൽ ഈ അതിഥി പൂജയുടെ മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വ്യാഖ്യാനം കൂടി ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി, ഇപ്പോഴത്തെ അതിഥി, പഴയ അർത്ഥത്തിലല്ല പറയുന്നത്, ആ അതിഥി ഞായറാഴ്ച വരാൻ പോകുമെന്ന് വിവരം കിട്ടി നോക്കിയാൽ, ഇപ്പോ അമ്മാവനായിരിക്കാം, ആരെങ്കിലും ഒരാളായിരിക്കാം. വീട്ടിൽ ഇപ്പോഴേ അതിന്റെ ശുദ്ധീകരണ പ്രവൃത്തി തുടങ്ങും. വീട് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യാനുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ഒരിക്കലുമല്ല. ആ വരാനിരിക്കുന്ന ബന്ധുക്കാരൻ വരും, കിടക്കാനുള്ള സൗകര്യം നമ്മുടെ റൂമുകളിൽ കൊടുക്കാതെ ഇപ്പൊ അതിഥി പൂജയൊക്കെ പല വീടുകളിലും. അവർക്ക് വേണ്ടുന്ന ആഹാരം, അയാൾക്ക് എന്താ ഇഷ്ടം, ഇതൊക്കെ അറിയാം. അവര് കഴിക്കാൻ പോകുന്ന ആഹാരം എന്തായിരിക്കും, ആ ആഹാരമാണ് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ കഴിക്കുന്ന ആഹാരം വരുന്ന ആളുകൾക്ക് വിളമ്പി കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരമുള്ള ആഹാരം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ആ വരുന്ന ആൾക്ക് എന്താണോ ഇഷ്ടം, ആ ഇഷ്ടപ്പെട്ട ആഹാരം നമ്മൾ കൊടുക്കണം. നമ്മൾ കഴിക്കുന്നത് ബാക്കിയുള്ളവർ കഴിച്ചോളണമെന്ന് ഇല്ല. എനിക്കെന്നെ അനുഭവമുണ്ട്. ചില വ്യക്തികൾക്ക് ആഹാരം വിളമ്പുമ്പോൾ എന്റെ ഭാര്യ തന്നെ എനിക്കുള്ള കൂട്ടാൻ പല ഇലകളും ഇതേമാതിരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പിട്ടാണ് ഞാൻ ഇഷ്ടം. അത് നാളികേര ഇറച്ചോ മസാല ഇറച്ചോ ഒക്കെ ആണെങ്കിൽ അത് വേറെ കൂട്ടാണ്. വരാനിരിക്കുന്ന അതിഥികൾ, അതിന് വേറെ വ്യാഖ്യാനം ഇനി വരണം. അതിലേക്കാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. അതിഥി യജ്ഞത്തിന്റെ അർത്ഥം അവിടെയും കഴിഞ്ഞില്ല. ഈ ഭൂമി വരാനിരിക്കുന്ന അതിഥികൾക്കുള്ളതല്ലേ. നാം താമസിക്കുന്ന ഈ ലോകം ആർക്ക് വേണ്ടിയാ? വരാനുള്ള അതിഥികൾക്കാണ്. ആ വരാനുള്ള അതിഥികൾക്കാണോ നമ്മളിപ്പോ ഒരുക്കി വെക്കുന്നത്? സകലതും നശിപ്പിക്കുകയും കേടുവരുത്തുകയും അവസാനം നെല്ലുണ്ടാക്കുന്നത് എങ്ങനെ? ആ ചെടി കാണണമെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് എക്സ്കർഷന് പോകണം. വരാനിരിക്കുന്ന അതിഥികളോട് നമ്മൾ ഭംഗിയായിട്ടാണോ പെരുമാറുന്നത്? അവര് വരുന്ന ലോകത്ത് കാണുന്ന കാഴ്ച എന്താണ്? ഇന്ന് കഴിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും ഞാൻ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട്. അതിന്റെ സ്വാദ് ഇതൊന്നുമല്ല. നമ്മൾ കഴിക്കുന്ന നേന്ത്രപ്പഴമുണ്ടല്ലോ, നേന്ത്രപ്പഴത്തിന്റെ സ്വാദ് ഇപ്പോഴത്തെ നേന്ത്രപ്പഴത്തിന്റെ സ്വാദേ അല്ലാന്ന്. അത് ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടാണ് ആ സ്വാദ് ഓർമ്മ വരുന്നത്. വരാനിരിക്കുന്നവർക്ക് വേണ്ടി ഈ ലോകത്തെ ഒരുക്കി വെക്കണം. അതും അതിഥി യജ്ഞമാണ്, അതും മനുഷ്യയജ്ഞമാണ്. പഞ്ചമഹായജ്ഞങ്ങൾ ആദ്യം പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം, വരാനിരിക്കുന്നവർക്ക് ഒരുക്കി വെക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ സൗകര്യം അങ്ങനെ വന്നവരാ നമ്മളിവിടെ അതിഥിയായിട്ട് വന്നവരാണ്. അതിഥിയായിട്ട് ഇവിടെ വന്നവരാണ്. അതിഥിയായിട്ട് വന്നവരാണെങ്കിൽ അതിഥിയുടെ കർത്തവ്യം എല്ലാം അവിടെ തിന്ന് തീർക്കലാണോ? സകലതും തിന്ന് തീർത്ത് മുടിച്ച് അതല്ലല്ലോ. അതിഥിക്ക് വേണ്ടുന്നത് മാത്രം എടുത്ത് ബാക്കി അവിടെ വെക്കണം. അപ്പൊ നമ്മൾ നല്ല അതിഥികളല്ല, നല്ല ആതിഥേയരും അല്ല. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ കിടന്നാൽ മതി. പഞ്ചമഹായജ്ഞങ്ങൾ എന്തൊക്കെയാന്ന് കൊണ്ട് ഇങ്ങനെ ക്ലാസ് പഠിച്ചില്ലെങ്കിലും അതിലാദ്യം തന്നെ അതിഥി യജ്ഞം, അതെന്താണ് മനുഷ്യയജ്ഞം എന്നുള്ളൊരു ധാരണ നമ്മുടെ അകത്തുണ്ടാവുന്ന ഗുണം ചെയ്യില്ലേ എന്ന് ചിന്തിക്കും. വാക്കുകൾ സംബന്ധിക്കുന്നു.